അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അതിഥി സൽക്കാരത്തെ സംബന്ധിച്ച് ഒരു ചെറിയ വീഡിയോ ആണ് ഇത്. നമ്മളെ വീടുകളിലെല്ലാം അതിഥികൾ വരാറുണ്ട്, വിരുന്നുകാരെ നമ്മൾ എങ്ങനെ സൽക്കരിക്കണം, അതിനെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇസ്ലാം സൽക്കാരത്തിനും അതിഥിയെ ആദരിക്കലിനും പ്രേരിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പുള്ള പ്രവാചകന്മാരുടെയും മാർഗമാണ് അതിഥികളെ സൽക്കരിക്കുക എന്നുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തൻ്റെ കൂടെ പ്രാതലിന് ആരെയെങ്കിലും കിട്ടാൻ വേണ്ടിക്കൊണ്ട് കിലോമീറ്ററുകളോളം നടന്ന് അവരെ കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിപ്പിക്കുമായിരുന്നു. പ്രാതൽ കഴിപ്പിക്കാൻ തൻ്റെ കൂടെ ഇരുത്തിക്കൊണ്ട് തൻ്റെ കൂടെ പ്രാതൽ കൊടുക്കുമായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നോക്കിയാൽ കാണാം. അദ്ദേഹം സൽക്കാരപ്രിയൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അബൂ ദീഫാൻ എന്ന പേര് അദ്ദേഹത്തിനെക്കൊണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു പേരാണ് അബൂ ദീഫാൻ, സൽക്കരിക്കുന്നവരുടെ പിതാവ് എന്ന പേര് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെക്കൊണ്ട്. എങ്ങനെയാണ് ഒരു അതിഥിയെ സൽക്കരിക്കേണ്ടത്? നല്ല മുഖപ്രസന്നതയോടുകൂടെ സൽക്കരിക്കണം. ഇദ്ദേഹം വന്നു ഇടങ്ങാറായി, ഇവരിനി എന്നാ പോകാന്നാവോ, വീട്ടിലാണെങ്കിൽ ഒന്നുമില്ല എന്നൊക്കെ തോന്നുന്ന രീതിയിൽ മുഖം ചുളിച്ചുകൊണ്ട്, മുഖത്ത് വലിയ പ്രയാസം അനുഭവിപ്പിച്ചുകൊണ്ട് ഒരു സൽക്കാരം നടത്താൻ പാടില്ല. സൽക്കാരം നടത്തുന്നത് മുഖപ്രസന്നതയോടുകൂടെ, നല്ല സംസാരം, അവരോട് നല്ല മെച്ചമായ സംസാരം, നമ്മുടെ സംസാരിക്കാൻ കഴിയുന്നതിൽ നല്ല സംസാരം, അല്ലാതെ അവരോട് മിണ്ടാതെ അങ്ങനെ നിന്ന് അവർക്ക് തന്നെ മനസ്സിലാവും നമുക്ക് അവർ വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലാവുന്ന രീതിയിൽ ഉള്ള പെരുമാറ്റം ഒന്നും ഉണ്ടാവാൻ പാടില്ല. 3 ദിനം ഭക്ഷണം നൽകണം. 3 ദിനമാണ് സൽക്കാരമുള്ളത്. 3 ദിനം ഭക്ഷണം നൽകുക എന്നതുകൊണ്ടാണ് അതിഥിയെ സൽക്കരിക്കേണ്ടത്. അപ്പോൾ മുഖപ്രസന്നത, നല്ല സംസാരം, 3 ദിനം ഭക്ഷണം നൽകൽ എന്നിവ കൊണ്ടാണ് ഒരു അതിഥിയായ മനുഷ്യനെ സൽക്കരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും അള്ളാഹുവിലും അവസാന നാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ വിരുന്നുകാരന്റെ ജായിസത്തിനെ മാനിച്ചുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ 3 ദിവസം ഭക്ഷണം നൽകിക്കൊണ്ട് അതിഥിയെ സൽക്കരിച്ച് അതിനെ മാനിക്കട്ടെ എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ സ്വഹാബികൾ ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലേ, എന്താണ് വിരുന്നുകാരന്റെ ജായിസത്ത്, എന്താണ് വിരുന്നുകാരനിക്കുള്ള ജായിസത്ത് എന്ന് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബികൾ ചോദിക്കുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിരുന്നുകാരന്റെ അന്നത്തെ രാവും പകലുമാണ്. വിരുന്നു സൽക്കാരം 3 ദിവസമാണ്. അതിനുശേഷമുള്ളത് ദാനധർമ്മമാണ്. അതായത് വിരുന്നുകാരന്റെ അന്നത്തെ രാവും പകലും, അതിനെയാണ് ജായിസത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതിനെ എന്ത് ചെയ്യട്ടെ, വിരുന്നുകാരന്റെ ജായിസത്തിനെ ആതിഥേയൻ മാനിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. 3 ദിവസമാണ് വിരുന്ന്. അതിനുശേഷമുള്ളത് നമ്മൾ കൊടുക്കുന്ന എല്ലാ സമാധാനങ്ങളും, എല്ലാ വസ്തുക്കളും, എല്ലാ സൗകര്യങ്ങളും അത് ദാനധർമ്മങ്ങളിൽപ്പെട്ടതായി കൊണ്ടാണ് എണ്ണപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സഹോദരന്റെ കുറ്റപ്പെടുത്തുവോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, തന്റെ സഹോദരനെ കുറ്റവാളിയാക്കുന്നത് വരെ, ഒരു കുറ്റത്തിൽ അകപ്പെടുത്തുന്നത് വരെ അവന്റെ അടുക്കൽ അതിഥിയായി താമസിക്കാൻ ഒരു മുസ്ലിമിനും പാടില്ല. തൻ്റെ ആതിഥേയൻ ഒരു കുറ്റം ചെയ്യുന്നതിലേക്ക് പോകും. അങ്ങനെ അത്രയും ഗൗരവമായിക്കൊണ്ട്, അത്രയും സമയം അവന്റെ വീട്ടിൽ അതിഥിയായിക്കൊണ്ട് താമസിക്കാൻ ഒരു അതിഥിക്കും അനുവാദമില്ല. എങ്ങനെയാണ്, സ്വഹാബികൾ ചോദിച്ചു, എങ്ങനെയാണ് ആതിഥേയൻ അതിഥി കാരണമായിട്ട് കുറ്റത്തിൽ അകപ്പെടുന്നത് റസൂലേ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിരുന്നുകാരൻ സൽക്കരിക്കുന്നവന്റെ അടുത്ത് താമസിക്കുകയും സൽക്കരിക്കുന്നവന്റെ അടുത്ത് സൽക്കരിക്കാൻ യാതൊന്നുമില്ലാതിരിക്കലുമാണ് അവൻ കുറ്റത്തിൽ അകപ്പെടുന്ന കാര്യം. കാരണം വിരുന്നുകാരൻ ആതിഥേയന്റെ അടുക്കൽ ഇങ്ങനെ താമസിക്കുക, എന്നാൽ ആതിഥേയനക്ക് കൊടുക്കാൻ ഒന്നുമില്ലാത്തൊരവസ്ഥയിലെത്തിയിട്ടുണ്ട്. അങ്ങനെ അത് കണ്ടറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചു പോരാതെ അവിടെ തന്നെ വീണ്ടും കൂടുന്നതാണ് ആതിഥേയൻ കുറ്റത്തിലകപ്പെടാനുള്ള കാരണമായി തീരുന്നതെന്ന് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. സൽക്കരിക്കുന്നവൻ ഭക്തിയുള്ളവരെയാണ് വിളിക്കേണ്ടത്. ഒരു സൽക്കാരം നടത്തുമ്പോൾ, ഒരു വിരുന്ന് സൽക്കാരം നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഭക്തിയുള്ള ആളുകളെ, നല്ല തഖ്വയുള്ള ആളുകളെയൊക്കെയാണ് സൽക്കരിക്കാൻ വിളിക്കേണ്ടത്. കണ്ട് തെമ്മാടികളായിക്കൊണ്ട് നടക്കുന്ന ആളുകളെ വിളിക്കലല്ല വേണ്ടത്. തെമ്മാടികളായി നടക്കുന്ന ആളുകളെയല്ല സൽക്കരിക്കാൻ വേണ്ടിക്കൊണ്ട്, വിരുന്നൂട്ടാൻ വേണ്ടിക്കൊണ്ട് ക്ഷണിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ വിശ്വാസിയുമായല്ലാതെ സഹവസിക്കരുത്.
വിശ്വാസികളുമായി കൊണ്ട് നീ സഹവസിക്കുക. മാത്രമല്ല നിന്റെ ഭക്ഷണം ഭക്തരെയല്ലാതെ ഭക്ഷിപ്പിക്കരുത്. നിന്റെ ഭക്ഷണം കൊടുക്കുമ്പോൾ നീ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അത് ഭക്തരായ ആളുകൾക്ക് മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മളെ വീട്ടിലൊരു കല്യാണം, ഒരു സൽക്കാരം ഉണ്ടാവുമ്പോൾ അങ്ങനെ സാധിക്കുകയില്ല. നമ്മുടെ നാട് മതേതര രാജ്യമാണ്. ഇവിടെ പലരും നമ്മുടെ കൂടെയുള്ളവരാണ്. അവരെയൊക്കെ ബഹുമാനിക്കണം. പക്ഷെ ഹബീബായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അതിനേക്കാളൊക്കെ നമ്മൾ ഭക്തിയുള്ളവരെ തന്നെ വിളിച്ചുകൊണ്ട് അതിലെ സൽക്കാരം നടത്തുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഹബീബായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി വേറൊരു സൽക്കാരമുണ്ട്. പാവങ്ങളെയൊക്കെ ഒഴിവാക്കി പണക്കാരെ മാത്രം വിളിക്കുന്ന സൽക്കാരം. പാവപ്പെട്ടവരെ ഒഴിവാക്കി ധനികരെ മാത്രം സൽക്കരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏറ്റവും ദുഷിച്ച ആഹാരം സമ്പന്നരെ ക്ഷണിക്കുകയും ദരിദ്രരെ ഒഴിവാക്കുകയും ചെയ്യുന്ന ആഹാരമാണ്. ഏറ്റവും ദുഷിച്ച ആഹാരം സമ്പന്നരെയൊക്കെ ക്ഷണിച്ചു വരുത്തി പാവങ്ങളെയൊക്കെ അകറ്റി മാറ്റിക്കൊണ്ടുള്ള സൽക്കാരമാണ് ഏറ്റവും ദുഷിച്ച സൽക്കാരം എന്ന് ഹബീബായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോ അത്തരത്തിലുള്ള സൽക്കാരങ്ങൾ ആവരുത് നമ്മുടെ സൽക്കാരങ്ങളൊന്നും. ചില ഭാഗങ്ങളിലൊക്കെ പോയാൽ കാണാം, സമ്പന്നർക്കൊക്കെ വേറെ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവും. അവിടെ സമ്പന്നര് മാത്രം, ഇപ്പുറത്ത് പാവങ്ങൾക്ക് വേറെ. ഭക്ഷണത്തിലടക്കം വ്യത്യാസം കാണിച്ചുകൊണ്ടുള്ള സൽക്കാരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത്തരം സൽക്കാരങ്ങളൊക്കെ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അത്തരം സൽക്കാരങ്ങളെ ഏറ്റവും ദുഷിച്ച സൽക്കാരം എന്നാണ് ഹബീബായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. തൻ്റെ സദ്യ കൊണ്ട് ക്രൗഡി കാണിക്കലോ മഹിമ കാണിക്കലോ ആവരുത്. സദ്യ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട്, തൻ്റെ സദ്യ നടത്തൽ കൊണ്ട് മറ്റുള്ളവരുടെ ഇടയിൽ താൻ വലിയൊരു പ്രൗഢിയുള്ള ആളാണെന്ന് കാണിക്കാൻ വേണ്ടിക്കൊണ്ട് ഒരിക്കലും ആവരുത് നമ്മുടെ സദ്യകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയാണ് സൽക്കാരം നടത്തുക എന്നുള്ളത് എന്നതിന് മാത്രം കരുതുക. ക്ഷണം സ്വീകരിക്കുന്ന വിഷയത്തിൽ ധനികൻ ദരിദ്രൻ എന്നിവരുടെ ഇടയിൽ അതിഥി വിവേചനവും കാണിക്കാൻ പാടില്ല. ഒരു പണക്കാരന്റെ വീട്ടിലൊരു കല്യാണം ഉണ്ട്, അല്ലെങ്കിൽ ഒരു സൽക്കാരുണ്ട്. ദരിദ്രനായ ഒരാളുടെ വീട്ടിലും ഒരു സൽക്കാരുണ്ട്. എന്നാൽ പണക്കാരന്റെ വീട്ടിലേക്ക് പോവുക, ദരിദ്രനെ മാറ്റി നിർത്തുക, അങ്ങനെ ഒരു വിവേചനവും നമ്മുടെ ഇടയിൽ, അതായത് അതിഥിയായി പോകുന്ന ക്ഷണിക്കപ്പെട്ട ആളുടെ ഇടയിൽ അങ്ങനെ ഒരു വിവേചനവും കാണിക്കാൻ പാടില്ല. നല്ല സദ്യ കിട്ടുന്നത് ധനികന്റെ വീട്ടിലാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നല്ല സദ്യയാണ്, അതുകൊണ്ട് അങ്ങോട്ട് പോവുക. പാവപ്പെട്ടവന്റെ വീട്ടിൽ അത്ര ഉഷാറുണ്ടാവില്ല, അതുകൊണ്ട് അവിടെ മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങോട്ട് പോവാതിരിക്കുക എന്നുള്ള വിവേചനം അതിഥിയാകുന്ന ക്ഷണിക്കപ്പെട്ട വ്യക്തിയും എന്ത് ചെയ്യാൻ പാടില്ല. ദരിദ്രന്റെ ക്ഷണം സ്വീകരിക്കാതിരിക്കുന്നതിൽ അവന്റെ മനസ്സിനെ വേദനിപ്പിക്കലും ഒരു തരം അഹങ്കാരവും അതിലുണ്ടായിത്തീരുമെന്നാണ് മഹത്വചനം പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം വേർതിരിവ് കാണിച്ചിട്ടേ ഇല്ല. ലോകത്തിന്റെ റഹ്മത്തുൽ ആലമീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും വിവേചനം, ധനികനെ ക്ഷണിക്കുമ്പോൾ പോവുക, ദരിദ്രൻ ക്ഷണിക്കുമ്പോൾ പോവാതിരിക്കുക എന്നുള്ള വിവേചനം ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചിട്ടേ ഇല്ല. അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു പാവങ്ങളുടെ അരികിലൂടെ നടക്കുകയായിരുന്നു. ആ പാവങ്ങൾ റൊട്ടി കഷ്ണങ്ങൾ നിലത്ത് വിതറിക്കൊണ്ട് അവരിങ്ങനെ കഴിക്കുന്ന സമയത്ത് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളുടെ മകനെ പ്രാതലിലേക്ക് വരൂ, പ്രാതൽ കഴിക്കാൻ വരൂ എന്ന് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, അഹങ്കാരികളായ മനുഷ്യരെ, അഹങ്കാരികളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല, അള്ളാഹു ഇഷ്ടം വെക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ടവരുടെ കൂടെ ഇരുന്നു കൊണ്ട് നിലത്ത് വിതറിയതായ ഭക്ഷണം കഴിക്കപ്പെട്ടു എന്ന് ചരിത്രങ്ങളിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. മുസ്ലിമായ തന്റെ സഹോദരനെ ആ ക്ഷണം കൊണ്ട് ആദരിക്കലിനെ കരുതിയാലാണ് ആ ക്ഷണിച്ചതിന് പോയാൽ നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത്. നമ്മൾ പോകുമ്പോൾ ആ മുസ്ലിമായ സഹോദരന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പോകുന്നു എന്ന നിയ്യത്തോടു കൂടെ പോകുമ്പോൾ, അതായത് നല്ല നിയ്യത്തുകൾ ചെയ്താൽ മാത്രമേ പ്രതിഫലം കിട്ടുകയുള്ളൂ. നന്മകൾക്ക് പ്രതിഫലം കിട്ടണമെങ്കിൽ നമ്മൾ നല്ല നിയ്യത്തുകൾ ചെയ്യണം. നല്ല നിയ്യത്തിന് മാത്രമേ പ്രതിഫലം കിട്ടുകയുള്ളൂ. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, നിയ്യത്തുകൾ കൊണ്ടാണ് സൽക്രമങ്ങൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അപ്പോ കൂലി കിട്ടണമെന്നുണ്ടെങ്കിൽ അത് സൽക്കരിച്ചവനെ ആദരിക്കുന്നു, അവന്റെ ക്ഷണം ഞാൻ സ്വീകരിക്കുന്നു എന്നുള്ള കരുതൽ നിർബന്ധമാണ്. അങ്ങനെ കരുതിയാൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ, അതിന് പ്രതിഫലം കിട്ടുകയുള്ളൂ. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൽക്കരിച്ചു. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൽക്കരിച്ചു. സദ്യ കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഭക്ഷണം ഗുണവാന്മാർ തിന്നു, നല്ല മനുഷ്യർ നിങ്ങളുടെ ഭക്ഷണം തിന്നു. ഗുണവാന്മാർ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയൊക്കെ സൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര നല്ല സൽക്കാരമാണത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നിങ്ങളുടെ ഭക്ഷണം ഗുണവാന്മാർ തിന്നു, നിങ്ങളുടെ അടുക്കൽ വെച്ച് നോമ്പ് നോറ്റവർ നോമ്പ് തുറക്കുകയും ചെയ്തു. അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ സൽക്കരിച്ചവന് വേണ്ടിക്കൊണ്ട് നമ്മൾ ദുആ ചെയ്യണം, നമ്മൾ പ്രാർത്ഥിക്കണം എന്നുകൂടി
ഞാൻ ഈ സമയത്ത് ഉണർത്തിക്കൊണ്ട് ഇൻഷാ അള്ളാഹ് ഞാൻ ഇത് നിർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഒരു സൽക്രമമായി സ്വീകരിക്കുമാറാവട്ടെ. നല്ല സൽക്കാരങ്ങൾ നടത്താനും അതിൽ നല്ല രീതിയിൽ പങ്കെടുക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഭക്ഷണത്തിലൊക്കെ അള്ളാഹു റിസ്കിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അള്ളാഹ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.